ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു, ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് എൻ്റെ ടിപ്സ് ആട്ടോ. അപ്പോൾ നമുക്കൊക്കെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉള്ളുമ്പോൾ നമ്മൾ വേറെ ആളുടെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനടക്കം കേട്ടോ. പണ്ടുള്ളേ പറയും, നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ മറ്റൊരിടത്ത് തുറന്ന് സംസാരിക്കുക, നിങ്ങൾക്ക് മൈൻഡ് ഫ്രീ ആകുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് ഡബിൾ പ്രശ്നങ്ങൾ നമുക്ക് വരും കേട്ടോ. കുറച്ചുള്ള പ്രോബ്ലത്തിന് വലിയൊരു പ്രോബ്ലം ആകും. നീ അങ്ങനെ ചെയ്യരുത്. നീ വാശിക്ക് നീ അതിന് ഡബിളായി നീ അവനെ എന്താ പറയുക ഓപ്പോസിറ്റ് നിൽക്കണം. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഇന്നത്തെ സർക്കിളിൽ, ഇന്നത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേഷൻ ആണെങ്കിലും ഞാൻ പറയാൻ വന്നത് എന്താ അറിയോ, പോയിന്റിലേക്ക് കിടക്കാം. നമുക്കൊരു പ്രോബ്ലം നമ്മുടെ വീട്ടിലുണ്ടായ നമ്മളെ വീട്ടുകാർ തന്നെ അത് സോൾവ് ചെയ്യാൻ നോക്കുക. മൂന്നാമത്തെ ഒരാൾ, റിലേഷനോ നെയ്ബറോ കസിനോ ആരും ഇൻക്ലൂഡിങ് ആക്കണ്ട കേട്ടോ. അത് ഇൻക്ലൂഡിങ് ആക്കി കഴിഞ്ഞാൽ അവരുടെ സ്റ്റൈലിലാണ് അവർ സംസാരിക്കുക. ഓക്കെ, നമുക്ക് ജഡ്ജ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, രണ്ട് വഴിക്കാരും ഇങ്ങനെ ഒത്തു പോകുമെന്ന് പറയുമ്പോൾ ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ പറയുന്നത് ഏതൊരു മാറ്റർ ആണെങ്കിലും, ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ നമുക്കൊക്കെ പല പ്രശ്നങ്ങളും വരാറില്ല ലൈഫിൽ. ആരും ഈ പറഞ്ഞ പോലെ പ്രശ്നമില്ലാത്ത വീടൊന്നുമില്ല. പ്രശ്നമില്ലാത്ത വീട് ഇല്ലാന്ന് വെച്ചാൽ അഭിനയിക്കുകയാണ്. ഓക്കെ, ലൈഫിൽ ഓക്കെ പ്രശ്നങ്ങൾ വേണം ലൈഫിൽ. അത് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും സോൾവ് ആകണം. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാൻ വന്നത് എന്താ പറയുക, മൂന്നാമത്തെ ഒരാളിനെ ഇൻക്ലൂഡിങ് ആക്കരുത്. നിങ്ങൾ തന്നെ ഇരുന്ന് 10 മിനിറ്റ് സംസാരിച്ചാൽ നമ്മുടെ കയ്യിൽ തന്നെ തെറ്റും ശരിയും നമുക്ക് തന്നെ അറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അത് മൂന്നാമത്തെ ഒരാളിനെ ഇത് ഇൻക്ലൂഡിങ് ആക്കി അത് വലിയൊരു പ്രശ്നം, 4 ആൾക്കാർ അറിഞ്ഞ് എന്തിനാ അതൊക്കെ വെറുതെ. നമ്മുടെ ജേർണിയിൽ നമുക്ക് ഷോർട്ട് ടൈമാണ് ഉള്ളത്. നമുക്ക് ഇതൊന്നും ആലോചിക്കാനുള്ള സമയമില്ല, മറ്റൊരു ഷെയർ ചെയ്യാനുള്ള സമയമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുക, നമ്മൾ തന്നെ ഹാപ്പി ആയിരിക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത് ഫോളോ ചെയ്യുക. നമ്മുടെ ഓരോ ടിപ്സും വാല്യുബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ലൈഫിലെല്ലാം നടക്കുന്ന സംഭവമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം നിങ്ങളുടെ സ്വന്തം സിന്ധു ട്രാവൽസ് ബാബു. താങ്ക് യു സോ മച്ച്. ബൈ.